ഇന്ത്യൻ അതിർത്തി മേഖലകളിൽ ചൈന നിരവധിയായിട്ടുള്ള കയ്യേറ്റങ്ങൾ നടത്തുന്നു എന്നുള്ള വാർത്ത നമുക്കറിയാവുന്നതാണ്. രാഹുൽ ഗാന്ധി അടക്കം നമ്മുടെ പ്രതിപക്ഷ നേതാവ് അടക്കം അത്തരത്തിൽ അരുണാചൽ പ്രദേശിലൊക്കെ ചൈന കയ്യേറിയിട്ടുള്ള ഭൂമിയെക്കുറിച്ചൊക്കെ ഒരുപാട് പ്രസ്താവനകളൊക്കെ എന്താണ് നടത്തിയിട്ടുള്ളതുമാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ചിട്ട് ഇത്തരത്തിൽ ചൈന കയ്യേറിയ ഭൂമി ഇന്ത്യ തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. എത്രമാത്രം വസ്തുതാപരമാണ് ഇങ്ങനെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ? ഈ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് CNN ന്യൂസ് 18 ഈ ഒരു വാർത്ത, അതായത് ചൈന കൈയടക്കി വെച്ചിരുന്ന ഇന്ത്യയുടെ 1000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഇന്ത്യക്ക് തിരികെ നൽകി, അല്ലെങ്കിൽ അവിടെ പെട്രോളിങ്ങിനും മറ്റു പല കാര്യങ്ങൾക്കുമുള്ള അവകാശങ്ങൾ ഇന്ത്യക്ക് തിരികെ കിട്ടി എന്നൊരു വാർത്ത CNN ന്യൂസ് 18 ദേശീയ മാധ്യമം അവർ പ്രസിദ്ധീകരിക്കുന്നത്. അത് ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ലഫ്റ്റനന്റ് ജനറൽ ഹിതേഷ് ഭല്ല അദ്ദേഹമാണ് CNN-നോട് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. അപ്പോൾ ഇത് ഒരു ലഫ്റ്റനന്റ് ജനറൽ പോലുള്ള ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി നടത്തുന്നത് വെറുതെ ഒരു പരാമർശമൊന്നും നടത്തത്തില്ല. അങ്ങനെയാണ് ഈ ഒരു വാർത്ത പുറം ലോകത്ത് അറിയുന്നത്. ഇത് ദേശീയ മാധ്യമങ്ങളിൽ ചിലയിടത്തൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ എന്തുകൊണ്ടോ കേരളത്തിൽ അതൊരു ചർച്ചയായിട്ടില്ല. അതെന്താ കാര്യമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ പ്രദേശം, അതായത് ഈ 1000 ചതുരശ്ര കിലോമീറ്റർ എന്ന് പറയുന്നത് മുഖ്യമായിട്ടും ഡെപ്സാങ് സമതലത്തിലും ഡെംചോക് വാലി ഡെംചോക് താഴ്വാരത്തിലുമായിട്ടാണ് ഈ 1000 കിലോമീറ്ററോളം വരുന്ന സ്ക്വയർ കിലോമീറ്ററോളം വരുന്ന പ്രദേശം എന്നാണ് വാർത്തകളിൽ നിന്നും മനസ്സിലാകുന്നത്. ഈ പ്രദേശങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിന് പട്രോളിംഗ് നടത്താനുള്ള അനുവാദം ഇപ്പോൾ കൈവന്നിരിക്കുകയാണ്. പക്ഷെ ചൈനയോട് മുൻകൂട്ടി പറയണം. അത് കമാൻഡർമാരുടെ ലെവലിലുള്ള ചർച്ചയിലാണ് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതായത് ഇന്ത്യൻ പട്രോളിംഗ് ടീം നമ്മുടെ ഈ പറയുന്ന പട്രോളിംഗ് പോയിന്റുകൾ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ അവിടേക്ക് ചെല്ലുമ്പോൾ ചൈനയെ മുൻകൂട്ടി അറിയിച്ചിരിക്കണം. അതുപോലെ ചൈനയുടെ ടീം അവരുടെ അതിർത്തിയിൽ പട്രോളിംഗ് പോയിന്റിൽ എത്തുമ്പോൾ ഇന്ത്യയും അറിയിച്ചിരിക്കണം. ഇരു രാജ്യങ്ങളും അത് സംഘർഷം ഇല്ലാതാക്കാനുള്ള ഒരു നടപടിയായിട്ടാണ്. കാരണം പലപ്പോഴും ഈ പണ്ട് EMS പറഞ്ഞൊരു വാചകം ഞാൻ ആവർത്തിക്കുകയാണ്. ഇന്ത്യ ഇന്ത്യയുടേതെന്നും ചൈനയുടേതെന്നും പറയുന്ന പ്രദേശം എന്നാണ് പണ്ട് EMS ഒരു പ്രസ്താവന നടത്തി. അത് വലിയ വിവാദമായി. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതിൽ കുറച്ചൊരു വസ്തുത ഇല്ലാതില്ല. കാരണം ഈ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ രണ്ടു രാജ്യങ്ങളും അംഗീകരിച്ച ഒരു ബോർഡർ ഇല്ല, ഇന്റർനാഷണൽ ബോർഡർ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറഞ്ഞ LAC. ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അതിർത്തിയായിട്ട് കരുതുന്ന പ്രദേശം ചൈന ചിലപ്പം അത് അതിർത്തിയായിട്ട് അംഗീകരിക്കുന്നില്ലായിരിക്കാം. അതുപോലെ ചൈനയുടെ അതിർത്തി എന്ന് കരുതുന്ന പ്രദേശം നമ്മളും അംഗീകരിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് പ്രദേശത്തും ഇപ്പൊ ഇന്ത്യൻ സൈന്യം ഇവിടെയും ചൈനീസ് സൈന്യം അവിടെയും വന്നു നിൽക്കുമ്പോൾ, കാരണം രണ്ടുപേരും പരസ്പരം അംഗീകരിക്കാത്ത സ്ഥലമാണ്, സംഘർഷം ഉണ്ടാവും. ആ സംഘർഷം ഒഴിവാക്കാൻ ഈ രണ്ട് പട്രോളിംഗ് ടീമുകളും ഇനി മുഖത്തോട് മുഖം കാണില്ല. കാരണം അതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യയുടെ പട്രോളിംഗ് ടീം അങ്ങോട്ട് പോകുമ്പോൾ, നമ്മുടെ പട്രോളിംഗ് പോയിന്റിലേക്ക് പോകുമ്പോൾ ചൈനയെ അറിയിച്ചിരിക്കും. ചൈനയുടെ ടീം ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമ്മളെ അറിയിച്ചിരിക്കും, ഇന്ത്യയെ അറിയിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ സംഘർഷം കുറയ്ക്കാൻ തീരുമാനമായി എന്നാണ് ലഫ്റ്റനന്റ് ജനറൽ ഹിതേഷ് ഭല്ല പറയുന്നത്. ഈ പ്രദേശത്ത് പട്രോളിംഗ് റൈറ്റ് മാത്രമല്ല, പിന്നെ പല സ്ഥലത്തും ഇന്ത്യയുടെ ഗ്രേസേഴ്സ്, അതായത് ആട്ടിടയന്മാർക്ക് ആടിനെയും മറ്റ് മൃഗങ്ങളെയും യാക്കുകളെയും ഒക്കെ മേയിക്കാനുള്ള അവകാശം ഈ അടുത്ത കാലത്തായിട്ട് ചൈന നിഷേധിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ തന്നെ തിരിച്ചു കിട്ടിയെന്നും അദ്ദേഹം ഈ CNN ന്യൂസ് 18 കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു. ചാർഡിങ്, ആ പ്രദേശങ്ങളുടെ പേര് ചാർഡിങ്, കുഞ്ചുക്ക്, കച്ചൻ, ഡംചോക്ക്, ഈ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് പുൽമേടുകളുണ്ട്. ഈ പുൽമേടുകളിൽ നമ്മുടെ ആട്ടിടയന്മാരും അതുപോലെ യാക്ക് ഉടമസ്ഥരും ഒക്കെ തന്നെ അവരുടെ കന്നുകാലികളെയും മറ്റു തരത്തിലുള്ള കന്നുകാലികളെയും ഒക്കെ തന്നെ അവിടെ മേയ്ക്കാൻ വിടും. അത് അവർക്ക് വീണ്ടും തുടരാം. ആ അവകാശം അവർക്ക് തിരിച്ചു കിട്ടി. അപ്പൊ ഈ ഭൂമിയിലെ 2012 മുതൽ ചൈന ഇന്ത്യയെ പട്രോളിങ്ങിന് അനുവദിക്കാതിരുന്ന ചില പ്രദേശങ്ങളിലും ഇപ്പോൾ പട്രോളിങ്ങിന് അവർ അനുവാദം നൽകിയെന്നാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ പല മാധ്യമങ്ങളിലും ഈ വാർത്ത വന്നിരിക്കുന്നത്. ഇത് വലിയൊരു വ്യത്യാസമാണ് ഇന്ത്യ ചൈന ബന്ധങ്ങളിൽ അത് സംഭവിച്ചിരിക്കുന്നത്.
അതിലെ വസ്തുതാപരമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളോ അല്ലെങ്കിൽ അതിൽ എതിർക്കപ്പെടേണ്ട കാര്യമുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വാർത്തയെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഞാൻ പറയുന്നു, ഇതിങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ചൈന ബന്ധത്തിൽ വന്നിരിക്കുന്ന ഒരു വലിയ ഒരു ചുവടുവെപ്പാണിത്. പിന്നെ ഇതുമായിട്ട് ചേർത്ത് നമ്മൾ വായിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ ജൂൺ തൊട്ട് ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്കുള്ള കയറ്റുമതി നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ചർച്ച ചെയ്തതാണ്. ഏതാണ്ട് ഈ ഒരു 6-7 മാസം നമ്മൾ നോക്കുകയാണെങ്കിൽ 33% ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്കുള്ള കയറ്റുമതി വർദ്ധിച്ചിട്ടുണ്ട്. ചൈന പലപ്പോഴും ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതികൾക്ക് മേൽ പല തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും എന്നാൽ ചൈനയുടെ സാധനങ്ങൾ ഇന്ത്യയിൽ വൻതോതിൽ കൊണ്ട് ഡംപ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവണതയിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിന്നും ചൈന കുറെ വ്യത്യാസപ്പെട്ടിരിക്കുന്നതായിട്ടാണ് ഈ വാർത്തകളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇതിന്റെ കാരണം? അതിനു മുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറയാം. ഈ 1000 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ഇന്ത്യക്ക് വിട്ടുകിട്ടി എന്ന് പറയുന്നത് അത് എങ്ങനെ സാധ്യമാക്കിയെന്ന് ചോദിച്ചാൽ അത് ഈ ഡിപ്ലോമാറ്റിക് ലെവലിലുള്ള ചർച്ചകൾ കൊണ്ടാണ് അത് സാധ്യമായത് എന്നാണ് ഈ ലഫ്റ്റനന്റ് ജനറൽ ഹിതേഷ് ഭല്ല പറയുന്നത്. അതായത് ഇന്ത്യയുടെ കമാൻഡർമാരും ചൈനയുടെ കമാൻഡർമാരും തമ്മിൽ ഒരു ഭാഗത്ത് ചർച്ച നടക്കുന്നു. അതുകൂടാതെ നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ദോവാള് ചൈനയിലെത്തിയിട്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകൾ, ഈ ചർച്ചകളുടെയൊക്കെ ഫലമായിട്ട് സമാധാനപരമായിട്ടുള്ള ചർച്ചകളിലൂടെയാണ് ഇന്ത്യയും ചൈനയും ഇപ്പോൾ ഒരുപാട് തീരുമാനങ്ങളിലെത്തിയത്. ഈ പണ്ട് 1975 ചൈന ഈ പട്രോളിംഗ് പോയിന്റ് എന്നുള്ള ഒരു ആശയം ചൈനയാണ് മുന്നോട്ട് വെക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ആണ്. ആ ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുമ്പോഴും നമുക്ക് ഇന്ത്യ വീണ്ടും EMSന്റെ വാക്കുകൾ പറയുകയാണെങ്കിൽ ഇന്ത്യയുടേതെന്നും ചൈന ചൈനയുടേതെന്നും പറയുന്ന സ്ഥലമെന്ന് പുള്ളി പറഞ്ഞതുപോലെ ആ ആശയക്കുഴപ്പത്തിനിടയിൽ ചൈന ഒരു നിർദ്ദേശം വെക്കുന്നു. ചൈനയല്ല, ആ കാലത്ത് പിന്നീട് നമ്മൾ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പാണ് ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. നമ്മളെ യഥാർത്ഥ നിയന്ത്രണം രേഖ നമ്മുടെ കൈവശമുള്ള ആ രേഖ എന്ന് പറഞ്ഞൊരു രേഖയുണ്ട്. അതൊന്നും വരച്ചിട്ടൊന്നുമില്ല, മാർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിലും ഇരു കൂട്ടരും നമ്മുടെ ശക്തിയിലും നമ്മുടെ പോസ്റ്റുകളൊക്കെ ഉള്ള സ്ഥലം. അത് കഴിഞ്ഞിട്ടുള്ള പെട്രോളിംഗ് പോയിന്റ് എന്നുള്ള ഒരു ആശയം 75 ചൈന മുന്നോട്ട് വെക്കുന്നതെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അത് 95 ഈ പെട്രോളിംഗ് പോയിന്റ് എന്നുള്ള ഒരാശയത്തെ ഇന്ത്യ അംഗീകരിക്കുന്നത്. അങ്ങനെ സൈനികർ ഇടയ്ക്കിടയ്ക്ക്, അതായത് ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു സൈനിക സാന്നിധ്യം പോസ്റ്റുകളില്ല. അവിടെ പകരം ഒരു സംഘം പോയിട്ട് അവിടെ നിന്ന് പെട്രോളിംഗ് നടത്തും. നമുക്കറിയാമല്ലോ, പോലീസൊക്കെ ജീപ്പിൽ വന്നിട്ട് അങ്ങനെ ആ പ്രദേശത്ത് വന്നിട്ട് ചിലപ്പോൾ ജീപ്പിലായിരിക്കും, നടന്നായിരിക്കും, മറ്റു വാഹനങ്ങളിലായിരിക്കും, ആർമേഡ് വെഹിക്കിൾസിലായിരിക്കാം. എന്തായാലും ശരി, അങ്ങനെയുള്ള പെട്രോളിംഗ് പോയിന്റ് 95 മുതൽ നിലവിൽ വന്നു. ഇതൊക്കെ തന്നെ കാലാകാലങ്ങളിലായിട്ട് ഇന്ത്യ ചൈന തർക്കത്തിന് പതുക്കെ പരിഹാരം കാണുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചൈന ഈ ഒരു നിലപാടിലേക്ക് എത്തിയതിന്റെ കാരണം പറയുന്നത്, ഈ ഏഷ്യയിലെ പവർ ഇൻഡെക്സ് ഉണ്ട്. അതായത് ശക്തി, ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ശക്തി ആർക്കാണ്? ആ പവർ ഇൻഡെക്സിൽ പോലും ഒരു ഏഷ്യൻ രാജ്യത്തിനല്ല ഏറ്റവും ഏഷ്യയിൽ സ്വാധീനം, അമേരിക്കയ്ക്കാണ്. 2ാം സ്ഥാനത്ത് ചൈനയും 3ാം സ്ഥാനത്ത് ഇന്ത്യയുമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ചൈന തിരിച്ചറിയുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലൊരു യുദ്ധത്തിലേക്ക് പോയാൽ ഈ അമേരിക്കയുടെ 1ാം സ്ഥാനം ഊട്ടി ഉറപ്പിക്കപ്പെടും. അതായത് അമേരിക്കയ്ക്ക് അതിനുശേഷം പിന്നീട് ഒരു കാരണവശാലും അമേരിക്കയുടെ നിയന്ത്രണത്തിൽ നിന്നും ഏഷ്യയെ മാറ്റാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു തിരിച്ചറിവാണ് ചൈനയെ വ്യാപാര രംഗത്തും അതുപോലെ തന്നെ അതിർത്തി തർക്കങ്ങളുടെ കാര്യത്തിലും, വ്യാപാര തർക്കങ്ങളിലും അതിർത്തി തർക്കങ്ങളിലും ഒക്കെ തന്നെ ഇന്ത്യയുടെ ഒരു ഒത്തുതീർപ്പിന്റെ വഴിയിലേക്ക് ചൈന എത്തിച്ചേരാനുള്ള കാരണം. മാത്രവുമല്ല, തൈവാന്റെ മേൽ ഒരു അധീശത്വം ചൈന എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. വൺ ചൈന പോളിസി എന്ന് പറഞ്ഞ് തൈവാൻ എന്നൊരു പ്രത്യേക രാജ്യമില്ലെന്നും ഇത് രണ്ടും ചൈന തന്നെ ആണെന്നുള്ള ഒരു പോളിസിയാണ് ചൈനയുടേത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ തൈവാനെ സഹായിക്കാനായിട്ട് അമേരിക്കയുടെ സൈനിക സാന്നിധ്യം അവിടെ വരുമോ എന്നൊരു പേടി ചൈനയ്ക്കുണ്ട്. ആ സൈനിക സാന്നിധ്യത്തെ ചൈനയ്ക്ക് ഒറ്റയ്ക്ക് എതിർക്കാൻ പറ്റില്ല. അതിനാണ് ചൈന എപ്പോഴും ഇപ്പൊ ഇന്ത്യയുമായിട്ടുള്ള അതിൻ്റെ ഒരു അമേരിക്കൻ ഭീഷണി, അതിൻ്റെ ഒരു വർധനവിൽ ആ ഭീഷണി വളരെ രൂക്ഷമായ സ്ഥിതിക്ക് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായിട്ടുള്ള തർക്കങ്ങൾ അത് അഗ്രവേറ്റ് ചെയ്യുന്നില്ല, അത് വഷളാക്കുന്നതിൽ ചൈനയ്ക്ക് താല്പര്യമില്ല.
അതും ഒരു കാരണമായിരിക്കാം ഈ 1000 ഏക്കർ ഇന്ത്യയിലെ ഇന്ത്യയുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചതിൽ. ഇത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന 1000 ഏക്കർ അല്ല, ക്ഷമിക്കണം, 1000 ചതുരശ്ര കിലോമീറ്റർ. ഈ പ്രദേശം രണ്ടു കൂട്ടരും താമസിക്കുകയൊന്നും ചെയ്യുന്നതല്ല, ഇന്ത്യക്കാർക്കോ ചൈനക്കാർക്കോ താമസിക്കുന്നതല്ല. പക്ഷേ അവിടെ നമ്മുടെ ഒരു അധീശത്വമുണ്ട്. ഇത്തരം ബഫർ സോണുകളാണ് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്കും നമുക്കും ഈ ശത്രു രാജ്യങ്ങളുടെ ഒരു ആക്രമണത്തിനെ പ്രതിരോധിക്കാനുള്ള ഈ ഒരു മാർഗം. എന്തായാലും ശരി, ഈ വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത് സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് മോദി സർക്കാരിൻ്റെയും ഒരു വിജയം തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ലഘൂകരിച്ചുകൊണ്ട്, ഒരിക്കലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഇന്ത്യയും ചൈനയും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഏറ്റവും ഒടുവിലും ഇപ്പം പാകിസ്ഥാന്റെ ഓക്യുപ്പൈഡ് കാശ്മീരിലുള്ള ചില പ്രദേശങ്ങൾ പാകിസ്ഥാൻ ചൈനയ്ക്ക് OB 1 ബെൽറ്റ് 1 റോഡ് പദ്ധതി പ്രകാരം റോഡ് നിർമ്മിക്കാനും ഒക്കെ വിട്ടുകൊടുത്തു. അത് ഇന്ത്യ പ്രതിഷേധിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നിൽക്കുമ്പോഴും ചില പ്രദേശങ്ങളിലെങ്കിലും നിലനിൽക്കുന്ന തർക്കങ്ങൾ ഒന്ന് മയപ്പെടുന്നത് ഇന്ത്യക്കും ചൈനയ്ക്കും ഒരുപോലെ പ്രയോജനപ്പെടും. കാരണം ചൈനയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മളുടേത് ഒരു പരിധിവരെ എങ്കിലും പരിഹരിക്കാൻ കഴിഞ്ഞാൽ ആ മേഖലയിലേക്ക് നമ്മൾ ചെലവഴിക്കുന്ന പണം തന്നെ കുറയും. പിന്നെ മാത്രമല്ല, ഇരു രാജ്യങ്ങൾക്കും വ്യാപാര മേഖലയിൽ സഹകരിക്കാൻ ഒരുപാട് മേഖലകളുണ്ട്. അത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളുടെ ബന്ധം മെച്ചപ്പെടാനും കൂടുതൽ വൈബ്രൻ്റ് ആയിട്ടുള്ള സജീവമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് പോകാനും സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും നമുക്കത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയും ചെയ്യാം. താങ്ക് യു.